ഇപ്പം നിലവിലുണ്ടായിരുന്ന ബിസിനസ്, ഇപ്പോൾ ഒരു നിർമ്മാതാവെന്ന നിലയിൽ ഞാൻ പറയുന്നത് നിലവിലുണ്ടായിരുന്ന, അതായത് നേരത്തെ ഞങ്ങളൊരു സിനിമ ചെയ്താൽ അതിൻ്റെ സാറ്റലൈറ്റ് ഓവർസീസ് അങ്ങനെയൊക്കെ ഉള്ള ബിസിനസ്സുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്ന സാധനം പരിപൂർണ്ണമായിട്ട് നിന്നു. അപ്പോൾ ഒരു ഹോപ്പായിട്ട് OTT വന്നു. OTT വന്നപ്പോൾ ഇപ്പോൾ OTTക്കാർ ഇത് ഒരു പടവും വാങ്ങാറില്ല. വളരെ റെയറായിട്ട് വലിയ പടങ്ങൾ മാത്രമാണ് അവർ വാങ്ങുന്നത്. അവർ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ അവർ റിലീസ് ചെയ്ത് ഹിറ്റാണെങ്കിൽ മാത്രമേ വാങ്ങുള്ളൂ. റിലീസ് ചെയ്ത് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ നിന്ന് തന്നെ പൈസ വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ബിസിനസ്സും വളരെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥ വെച്ചിട്ട് ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും പൈസ കുറയ്ക്കാൻ അവർ സ്വയം തയ്യാറാണ്. ഇപ്പം ഒരാൾക്കൊരു ടാഗ് ഇല്ല. ഇപ്പം ഒരു നടൻ ഇത്ര രൂപ എന്ന് ഞങ്ങൾക്ക് ഫിക്സ് ചെയ്യാനുള്ള ഇതില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അവരത് കുറച്ചാൽ നല്ലത്. ടെക്നീഷ്യൻസും ഇതും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർക്ക് പൈസ കൊടുക്കാൻ 100 പേരുണ്ട്, അവരുടെ ഡേറ്റ് കിട്ടാനില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അവർ ഒന്നും ചെയ്യാത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇൻഡസ്ട്രിയിലെ അവസ്ഥ മനസ്സിലാക്കി അവർ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. അന്യഭാഷാ ചിത്രങ്ങളുടെ ഒരു കടന്നുവരവ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? അതെപ്പോഴും ബാധിക്കുക. അതൊരു സീസൺ അറിയാം. നമുക്കിങ്ങനെ ദീപാവലി ആ സമയങ്ങളിലൊക്കെ അന്യഭാഷാ ചിത്രങ്ങൾ വരുന്നുണ്ടെന്നറിയാം. അവിടെയും ഈ വിചാരിക്കുന്ന പോലെ അന്യഭാഷാ ചിത്രങ്ങളെല്ലാം ഹിറ്റാണെന്ന് തോന്നുന്നു. കാര്യം വളരെ കുറച്ച് സിനിമകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നതെന്ന് പറയുന്നത് വലിയ പടങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അല്ലാതെയും കുറച്ച് പടങ്ങൾ വന്ന് ഓടാതൊക്കെ പോകുന്നുണ്ട്. ഒരു ചെറിയ പെർസെൻറ്റേജ് ഇവിടെ വരുന്നുള്ളൂ. ആ ചിത്രങ്ങളുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം ചില പടങ്ങളൊക്കെ നമ്മൾ അന്യഭാഷാ പടങ്ങളുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അതിപ്പോൾ തടയാൻ പറ്റുന്നൊരു ഭീഷണിയല്ല. ആ വലിയ പടങ്ങൾ വരുമ്പോൾ നിറയെ ആളുകൾ കേൾക്കുന്നു, പ്രേക്ഷകർ കൂടിയിട്ടുണ്ട് അങ്ങനെയുള്ള സിനിമകൾക്കൊക്കെ. അത് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു നേതൃത്വ നിലയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ എന്ത് തരത്തിലുള്ള ഒരു സഹായമാണ് അല്ലെങ്കിൽ ഇടപെടലാണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്? ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട്, അതായത് ഡബിൾ ടാക്സാണ് ഞങ്ങൾക്ക്. ബാക്കി എല്ലാ മേഖലയിലും GST വന്നപ്പോൾ 1 India 1 ടാക്സ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഞങ്ങൾക്ക് ഡബിൾ ടാക്സാണ്. ഞങ്ങൾ ഈ GST ഇതെല്ലാം കൊടുക്കുന്നതിന് പുറമെ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത്, ലോക്കൽ ബോഡീസിന് ടാക്സ് കൊടുക്കണം. ബാക്കി എല്ലാ നികുതികളും ഞങ്ങൾക്ക് വളരെ കൂടുതലാണ്. ആ സ്ഥിതിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ഈ ഇൻഡസ്ട്രിക്ക് ചെയ്തു തരുന്നില്ല. വലിയൊരു വരുമാനം ഇൻഡസ്ട്രിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, ഒഴിവാക്കാൻ പറ്റുന്ന, അതായത് ഇൻഡസ്ട്രിയെ സഹായിക്കാൻ പറ്റുന്നതാണ് റെൻറ്റ്. ഇപ്പോൾ ഫോറസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള എല്ലാ റെൻറ്റ്, ഷൂട്ട് ചെയ്യാനുള്ള റെൻറ്റ് ഡബിളാക്കി. അവർക്ക് തോന്നിയ പോലെ, അതായത് ആ ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയ പോലെ ഇത് കൂട്ടിക്കൊണ്ടിരിക്കുക. എല്ലാ മേഖലയിലും ഒരു സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു തരുന്നില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്.